ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വിശപ്പും വിരുന്നും. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ മുരിങ്ങയില തോരനാണ്. വേറൊന്നും ഉണ്ടാക്കുന്നില്ല, കടയുടെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയില തോരന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കാം, പരിചയപ്പെടാം. ഇതാ ഞാനിവിടെ മുരിങ്ങയില നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കറിവേപ്പില ഞാനിതിൽ ചേർക്കത്തില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് തന്നെ ഒരു ഇലയാണ്, പിന്നെ ഇലയുടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, സവോള അരിഞ്ഞത് ഇത്രയും ഞാൻ വെച്ചിട്ടുണ്ട്. അരയ്ക്കാൻ നേരം അരയ്ക്കുന്ന സാധനങ്ങൾ കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനിതിലോട്ട് ഒരു 2 സ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. 2 കുഞ്ഞു സ്പൂണാണ് കേട്ടോ, 2 സ്പൂൺ വേണമെന്നില്ല, 1.5 സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ചൂടാകും, കാരണം ചട്ടി നല്ല അടിപൊളി ചൂടാണ്. അതുകൊണ്ട് തന്നെ ഇത് ദാന്ന് പറയും മുമ്പ് ചൂടായി കിട്ടിപ്പോകും. അപ്പോൾ ഈ മുരിങ്ങയില തോരൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കയ്പില്ലാതെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കയ്പില്ലാത്ത മുരിങ്ങയില തോരൻ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലത്തെ കവറുകൾ ഞാൻ എടുക്കുന്നത് ഈ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ അരിയുമ്പോൾ അതിൻ്റെ വേസ്റ്റ് വയ്ക്കാറുണ്ട് കേട്ടോ, അല്ലാതെ വെറുതെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ എണ്ണ നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എണ്ണയിലോട്ട് കടുകിട്ട് പൊട്ടിക്കാം. ഹായ് മിസ്റ്റർ അനു, വെൽക്കം മൈ ഡിയർ ഹസ്ബൻഡ്. എൻ്റെ കെട്ടും വന്നുണ്ട്. എണ്ണ നല്ല ചൂടായതുകൊണ്ട് ഇഞ്ചി മ്യൂട്ടാക്കാൻ പറ്റാറില്ല, ഇത് വീഡിയോ പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് അതോടൊപ്പം സവോളയും ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരയ്ക്കാനാണ് കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളക് ഒടിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് വളരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കുഞ്ഞു ബോൾ എടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പ് എന്തിനാണെന്ന് നിങ്ങൾക്ക് വഴിയിൽ മനസ്സിലാവും. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകും ചിലർക്ക്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് ഇങ്ങനെയാണ് ഇളക്കി വയ്ക്കാം. ഇത് ഇളക്കി വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ എടുക്കണം. തേങ്ങ അരയ്ക്കാനുള്ള തേങ്ങ. അപ്പോൾ എൻ്റെ മിക്സി ജാർ ഇവിടെ റെഡിയാണ്. മിക്സി ജാറിലോട്ട് തേങ്ങ ഞാൻ എടുക്കുകയാണ്. ഇതാ ടീസ്പൂണിന് ഒരു 3 സ്പൂൺ മതി കേട്ടോ. 3 സ്പൂൺ തേങ്ങ എടുക്കാം. മൂന്നര സ്പൂൺ 3 സ്പൂൺ മതി. എൻ്റെ സ്പൂൺ പിന്നെ ഞാൻ നികത്തി എടുക്കാത്തതുകൊണ്ടാണ് ഒരു ഇച്ചിരി കൂടുതൽ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം എടുത്തു. ഈ സ്പൂൺ ഇവിടെ കിടക്കട്ടെ. നമ്മൾ ഇതിലോട്ട് ഇവിടെ 2 പച്ചമുളക് പിടിച്ച് വെച്ചിട്ടില്ലേ, ഇതിട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ പച്ചമുളക് പ്ലസ് ഒരു തണ്ട് കറിവേപ്പില. നമ്മൾ കറിയിൽ വറ പിടിപ്പിക്കാൻ ഇതിൽ ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരു തണ്ട് കറിവേപ്പില, ഒരു കഷ്ണം ചെറിയ ഉള്ളി. പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങളത് ഉള്ളി പൊടിക്കുക. ചെറിയ ഉള്ളി, പച്ചമുളക്. എനിക്ക് തോന്നുന്ന 2 പച്ചമുളക്. തീരെ ഒന്നാണ് ഇപ്പോഴത്തെ മുളകുകളുടെ എരിവില്ല. ഞാനൊരു പച്ചമുളക് ചേർക്കുന്നു. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചേർത്ത സാധനങ്ങൾ എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൽ നമ്മൾ നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട്. ഉള്ളി ലൈറ്റായിട്ട് കരിയാനും തുടങ്ങിയിട്ടുണ്ട്. ഈശ്വര കരിയത്. ഈ അവസരത്തിൽ നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്ന ഈ മുരിങ്ങയില ഇട്ട് കഴിയുമ്പോൾ അവസ്ഥ പൊതുവേ നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ മുരിങ്ങയില ഇങ്ങനെ അടത്ത് തന്നതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ അനു കൃഷ്ണനാണ് ഇത് ചെയ്തു തന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതിലോട്ട് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഉപ്പ് വെള്ളത്തിലാക്കി എടുക്കുമല്ലോ. ഉപ്പ് വെള്ളത്തിലാക്കി എടുത്താൽ ആർക്കും അറിയില്ലായിരുന്നു. ഇങ്ങനെ
ഇതിലോട്ട് ഒഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെ കെട്ടടിക്കും. അതുകൊണ്ടാണ് ലൈറ്റായിട്ട് തുള്ളി ഇങ്ങനെ ഒഴിച്ചു. പിന്നെ ഇതിവിടെ ഇരുന്ന് ഒന്ന് നന്നായിട്ട് വേഗട്ടെ ചെറിയ തീയിൽ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പരിപാടി ചെയ്തിട്ട് വരാം. ഇങ്ങനെ നിങ്ങൾ മുരിങ്ങയില തോരൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്പുണ്ടാകില്ല. ഇതിൽ ലാസ്റ്റ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കയ്പ് എങ്ങനെ കേൾക്കാമെന്ന്. ഇച്ചിരി പോലും കയ്പുണ്ടാകില്ല. ഇഷ്ടപ്പെട്ട് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. മുരിങ്ങയില തോരനും ലിവറിൻ്റെ കറിയും ഉണ്ടെങ്കിൽ വേറെ ഒന്നും എനിക്ക് വേണ്ട. തൈര് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതിങ്ങനെ മൂടി വെച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ അരയ്ക്കാനെടുത്ത സാധനങ്ങളൊന്നും കൂടി പറയാം. തേങ്ങ ഒരു 3 ടീസ്പൂൺ, 3 പച്ചമുളക്, ഞങ്ങൾക്ക് ചെറിയ എരിവ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഇവിടുത്തെ മുളക് ഒട്ടും എരിവില്ല. പിന്നെ കറിവേപ്പില ഒരു തണ്ട്, പിന്നെ ഒരു കഷ്ണം ചെറിയ ഉള്ളി. പിന്നെ നമ്മളിതിലോട്ടിടാൻ പോകുന്നത് ജീരകം, 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ഒരു ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്ക് മതി. ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഓടി വരാം. നമ്മുടെ തോരത്തിനുള്ളത് നല്ല എൻ്റെ അമ്മി അടിപൊളിയായിട്ട് ക്രഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇരുന്ന് ക്രഷ് ആകട്ടെ. ഇവിടെ നമ്മുടെ മുരിങ്ങയില വെന്തില്ല, ഒന്ന് വേകട്ടെ. വേകാനുള്ള സമയം നമുക്ക് കൊടുക്കാം. അതുവരെ ഞാനൊരു ചെറിയ റെസ്റ്റ് എടുക്കാം. ഓക്കെ, റെസ്റ്റ് അല്ലടെ ജോലി കിടന്നു ഇഷ്ടംപോലെ. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മുരിങ്ങയില ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിന് വേണ്ട ഓംലേറ്റും കൂടെ ആക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ ചോറിന് ഓംലേറ്റിന് ഞാൻ ഉള്ളി മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. എനിക്ക് പച്ചമുളകൊന്നും ഇഷ്ടമില്ല. ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ചേട്ടൻ പച്ചമുളക് ഇല്ല, എനിക്കതൊന്നും ഇഷ്ടമില്ല കേട്ടോ. നമുക്കിത് മുരിങ്ങയില തോരൻ റെഡിയാകുമ്പോഴത്തേക്കും നമ്മുടെ ചോറും കൂടി റെഡിയാക്കിയിട്ടുണ്ടാകും. അതാണ് എൻ്റെ കാൽക്കുലേഷൻ. സോ നല്ല അടിച്ചു പൊളിച്ച് നമ്മുടെ തോരൻ്റെ സാധനങ്ങൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഞാനിവിടെ മിക്സി ജാറിൽ അരച്ച് വെച്ച് അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇടയിൽ ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി മുരിങ്ങയില തോരനാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ല തോരനാണ്. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കിയപ്പോൾ എൻ്റെ തോരൻ വെളിക്കൊണ്ട് അടുത്ത് കാണിച്ചു തരാം. ഇതൊന്ന് വെന്തോട്ടെ. നമ്മുടെ ഈ മുട്ട ഒന്ന് നമുക്ക് മറിച്ചിടണം. ഈശ്വര, ഇളകി വന്നിക്കടേ. നല്ല വലിയ ഓംലേറ്റാണ്. അവരവിടെ നിന്ന് വെന്തോട്ടെ. ഓക്കെ, ഇവിടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇതാകട്ടെ, നമ്മുടെ തോരനും ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ തോരൻ ഒന്ന് വെന്ത് വരണം. ഈ സമയത്ത് നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. നല്ല മണം കേട്ടോ. എനിക്ക് മുരിങ്ങയുടെ മണം തന്നെ ഇഷ്ടം. ഈ സമയത്ത് നമ്മൾ കയ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ലെമണിൻ്റെ ഒരു കുറച്ച് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി വേണ്ട, പുളിക്കും. ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി നമ്മുടെ ഇത്രയും മതി നമ്മുടെ മുരിങ്ങയില അടിപൊളിയാക്കണ്ടേ. അതെ, അപ്പോൾ എല്ലാവർക്കും ഉള്ള പരാതിയാണ് ചട്ടി എടുത്തിട്ട് കാണിച്ചില്ല എന്നുള്ളത് അല്ലേ. അതിനെന്താ വഴിയെന്ന് നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ. കാണുന്നല്ലോ നല്ല രീതിയിൽ കാണുന്നല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ മുരിങ്ങയില തോരൻ. നമ്മൾ അടിച്ച് പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിന് വേണ്ട റെസിപ്പികളിലോട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. ഇനി ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. പറയുന്നത് ഒരിക്കൽ കൂടി അവസാനം മുരിങ്ങയില തോരൻ കാണിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചട്ടി എടുത്തു, ചൂടാക്കാൻ വെച്ചു. അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ വെളുത്തുള്ളി ഒരു 3 കഷ്ണം, ചെറിയ അല്ലിയാണെങ്കിൽ 3 കഷ്ണം, വലിയ അല്ലിയാണെങ്കിൽ 2 കഷ്ണം വെളുത്തുള്ളി. പിന്നെ നമ്മൾ ഒരു
പാതി സവോള, പാതി ഇല്ല, ചെറിയ സവോളയുടെ പാതി സവോള നമ്മൾ അരിഞ്ഞു, അതിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മുരിങ്ങയില കഴുകി വാരി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില നമ്മൾ എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കും. മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് ഡയറക്റ്റ്ലി ഇടാതെ ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് കാറ്റ് ഒഴിച്ച് കൊടുത്താൽ മതി. അത് ആ വെള്ളത്തിൻ്റെയും ആ ഒരു ഉപ്പ് മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരിടത്ത് കട്ടിയായിട്ടിരിക്കാതെ നല്ല രീതിക്ക് മുരിങ്ങയില ചേർന്ന് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് വെന്തിട്ടുള്ള സാധനമാണ് മുരിങ്ങയില. അത് വേകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നോക്കാം. അരപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് ഒതുക്കാനുള്ള സാധനമാണ്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടീസ്പൂൺ തേങ്ങ, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 പച്ചമുളക്, ഇത്തിരി എരിവാണ്, നിങ്ങൾക്ക് പച്ചമുളക് ഒട്ടും എരിവില്ല, പിന്നെ ഒരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1-2 കറിവേപ്പില. പിന്നെ നമ്മൾ കറിയിൽ വറ പിടിപ്പിക്കാൻ കറിവേപ്പില ഇടാത്തതുകൊണ്ടാണ് ഇതിൽ ഇച്ചിരി കൂടുതൽ കറിവേപ്പില ഞാൻ ചേർക്കുന്നത്. പിന്നെ നമ്മൾ വേണമെന്നുള്ളത് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണ്ട. ഇത്രയും സാധനങ്ങളിട്ട് നമ്മൾ സാധാരണ തോരത്തിനരിക്കും പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിക്കുക. പിന്നെ ലാസ്റ്റ് ഘട്ടം ഒരിത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉപ്പിൻ്റെ വെള്ളം ചേർത്താണ് ഇത് വേവിക്കുന്നത് അല്ലേ. അപ്പോഴും നമുക്കിതിലൊരു ചിലർക്ക് തോരനെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഒരു അംശമില്ല. എനിക്കാണെങ്കിൽ ഞാൻ വേറെയുള്ള തോരനുകളിൽ ഒന്നിനും വെള്ളം ചേർക്കാറില്ല. ഇതിൽ ഉപ്പിൻ്റെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഉപ്പ് എല്ലായിടും ഈവനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റായിട്ട് ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഇത് മാറാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഹൈ ഫ്ലെയിം ലാസ്റ്റ് വെച്ച് കൊടുത്താൽ വെള്ളത്തിൻ്റെ അതങ്ങ് മാറുകയും ചെയ്യും. നമ്മുടെ തോരൻ ഈ മിക്സ് കൂടെ ചേരുമ്പോഴത്തേക്ക് നന്നായിട്ട് വേവുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ ലൈം ജ്യൂസ് ഉണ്ടല്ലോ, ലൈം ജ്യൂസ് ഒരു സ്ക്യൂസ് ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക. അതാണ്ട് ഇവിടെ നല്ല അടിപൊളി തോരനാണ് റെഡി ആയിട്ടുള്ളത്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതിനിടയിൽ ഞാനിവിടെ മുട്ടയാക്കിയിട്ടുണ്ട്, കാണാലോ. സൂപ്പർ തോരനാണ്. ഈ ചെറിയ സെൽഫി സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഞാൻ അടുത്ത് കാണിക്കാൻ മെനക്കെടാത്തത്. നന്നായിട്ട് കാണുന്നില്ല. അപ്പം നമ്മുടെ മുരിങ്ങയില തോരൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. സോ ബൈ, ലവ് യു ഓൾ. നല്ല അടിപൊളി മുരിങ്ങയില തോരനാണ് കേട്ടോ. എനിക്ക് മണം കേട്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. അത് നമുക്ക് ഉതിരിയായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് മുരിങ്ങയില തോരൻ ട്രൈ ചെയ്ത് നോക്ക്, ശരിക്കും സൂപ്പറായിട്ടുണ്ടാകും. അപ്പോൾ അതുവരെ സൈനിങ് ഓഫ്. സനു പറയുന്നതിന് അപ്പോൾ അതുവരെ സൈനിങ് ഓഫ്. സനു ഫ്രം സനു, സോറി, വിശപ്പും വിരുന്നും. ബൈ, ലവ് യു ഓൾ.